Honest Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് മൈക്രോബയോളജി യൂണിറ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ബോൺ ഡിസീസസ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഫുഡ് ബോൺ ഡിസീസസ് ആ യൂണിറ്റിലെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പഠിക്കാം. It is foodborne disease. Foodborne diseases എന്ന് പറയുന്നത് these are acute illness associated with recent consumption of food. നമ്മൾ കുറച്ച് മണിക്കൂർ മുമ്പോ അല്ലയോ തലേന്നോ കഴിച്ച ഒരു ഫുഡ് കാരണം നമുക്ക് വരുന്ന ഡിസീസസിനെയാണ് ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത്. സോ ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ഹാപ്പൻ ആ ഫുഡിൽ ബാക്ടീരിയ കാരണം അല്ലെങ്കിൽ ഒരു ഫംഗസ് കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരസൈറ്റ്സ് അതിലുള്ളത് കൊണ്ട് ആ ഫുഡിൽ ആ ബാക്ടീരിയ ഉള്ളത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന ഡിസീസസിനെയാണ് ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മൈറ്റ് ബി ബൈ കണ്ടാമിനേറ്റഡ് വിത്ത് പാത്തോജൻ. പാത്തോജൻ എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തോജൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ടോക്സിക്കൻ്റ് ആവാം, മേ ബി മെറ്റൽസ് ആവാം, പെസ്റ്റിസൈഡ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കെമിക്കൽസ്, ടോക്സിക് കെമിക്കൽസ് ഫുഡിലുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ബോൺ ഡിസീസസ് വരും. So such food contains enough pathogens or toxicant necessary to make a person sick. So foodborne diseases നമ്മൾ ആ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ നമ്മളുടെ ബോഡിയിൽ വന്നിട്ട് ബോഡി ടിഷ്യൂസിൽ അത് ഇൻഫെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസീസസ് വരും. സോ ദാറ്റ് ഈസ് ഫുഡ് ബോൺ ഡിസീസസ്. So classification of foodborne diseases എന്ന് പറയുമ്പോൾ there are mainly two types of classification: foodborne infections and foodborne intoxications. Foodborne infections എന്ന് പറയുമ്പോൾ it is caused by entrance of pathogenic microorganisms. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാത്തോജനിക് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഫുഡിൽ വന്നിട്ട് ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ബോഡി ടിഷ്യൂസിൽ അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സിംറ്റംസ്, ഓരോ സിക്നെസ്, മേ ബി ഡയറിയ ആവാം, വോമിറ്റിംഗ് ആവാം, ഫീവർ ആവാം, അല്ലെങ്കിൽ നോസിയ, തലകറക്കം, ഇതേപോലെ, അല്ലെങ്കിൽ മേജർ അത് ആ ഒരു സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് സിവിയർ ആയിട്ട് മാറും. ഇതാണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് വരുന്നത് ബാക്ടീരിയയിലൂടെ ആവാം, ഫംഗസിലൂടെ ആവാം, വൈറസിലൂടെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാരസൈറ്റ്സിലൂടെയും ആവാം. സോ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് വിൽ ഹാവ് ലോങ് ഇൻക്യുബേഷൻ പീരീഡ്. ദറ്റ് ഈസ് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരത്തില്ല. കുറച്ചൊരു ഇൻക്യുബേഷൻ, മേ ബി ഇപ്പം നമുക്ക് തന്നെ അറിയാം, തലേന്ന് കഴിച്ച ഫുഡോ അല്ലെങ്കിൽ രാവിലെ കഴിച്ച ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമുക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും നമുക്ക് ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് വരുന്നത്. ആൻഡ് യൂഷ്വലി ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഫീവറും നമുക്ക് അതിൻ്റെ കൂടെ കാണും. So foodborne infections in the classification പറയുമ്പം there are bacterial foodborne infection, that is ബാക്ടീരിയ വഴി ഫുഡിൽ ഉണ്ടായിട്ട് ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പം വരുന്നതാണ് ബാക്ടീരിയൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ്. അതായത് കോളറ, സാൽമണലോസിസ്, ടൈഫോയിഡ് ഫീവർ, ഷിഗെല്ലോസിസ്, യെർസിനിയോസിസ്, 𝗙𝗎𝗂 ഇൻഫെക്ഷൻ, കാമ്പിലോബാക്ടീരിയോസിസ്, വിബ്രിയോ പാരാഹിമോലിറ്റിക്കസ്, ലിസ്റ്റീരിയോസിസ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ബാക്ടീരിയൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ്. അതേപോലെ മൈക്കോട്ടിക് ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ്. മൈക്കോട്ടിക് എന്ന് പറയുമ്പം ഫംഗസ് ആണ്. മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗസ് എന്ന പോലെ മൈക്കോട്ടിക്കിനെ നമ്മൾ ഫംഗസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. സോ മൈക്കോട്ടിക് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം ദറ്റ് ഈസ് ബൈ ഫ്രം ഫംഗസ് വഴി വരുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കാൻഡിഡ സ്പീഷീസ്, ഫംഗസിൽ വരുന്ന സ്പോറോത്രിക്സ്, വാൻജെല്ല സ്പീഷീസ്, ഇതേപോലത്തെ പലതരത്തിലുള്ള ഫംഗസ് ഫുഡിൽ വന്നിട്ട് ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വരുന്നതാണ് മൈക്കോട്ടിക് ഫംഗൽ ഇൻഫെക്ഷൻസ്. പിന്നെ വരുന്നത് വൈറൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ്, ദറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് എ, വൈറസ് വഴി ഹെപ്പറ്റൈറ്റിസ് എ, നോർവാക് വൈറസ്, പോളിയോമൈലൈറ്റിസ് വൈറസ്. ഈ വൈറസ് ഫുഡിലുണ്ടായിട്ട് അല്ലെങ്കിൽ വാട്ടറിലുണ്ടായിട്ട് നമ്മളത് കൺസ്യൂം ചെയ്യുമ്പം നമുക്ക് വരുന്ന ഡിസീസസ് ആണ് വൈറൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ്. ആൻഡ് ഓൾസോ പാരാസിറ്റിക് ഇൻഫെക്ഷൻസും ഉണ്ട്. പാരസൈറ്റ്സ്, വേംസ് വഴി, ടേപ്പ് വേം, റൗണ്ട് വേം, ഇതെല്ലാം ഫുഡിലൂടെ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ലാർവേ ആവാം. അതിൻ്റെ ലാർവേ ഫുഡിലുണ്ട്. എസ്പെഷ്യലി മീറ്റ്സിലൊക്കെ ഇത് കാണും. ആ മീറ്റ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഈ ലാർവേ നമ്മളുടെ ബോഡിയിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ട് അത് ഇവിടെ ഗ്രോ ചെയ്തിട്ട് നമുക്ക് വരുന്നതാണ് പാരാസിറ്റിക് ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ്. സോ ഫസ്റ്റ് വൺ ബാക്ടീരിയൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസിൽ വരുമ്പം നമുക്കിവിടെ ഈ ടേബിളിൽ
എന്ത് ബാക്ടീരിയ ആണ്, അത് കോസ് ചെയ്യുന്ന ഡിസീസസ് ഏതാണ്, എങ്ങനെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും, നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ബാക്ടീരിയ ദാറ്റ് സാൽമണല്ല കോസസ് സാൽമണല്ലോസിസ്. നമുക്കറിയാം കൂടുതലും നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ഡിസീസസ് ആണ് സാൽമണല്ല വഴി വരുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻ. സോ സാൽമണല്ലോസിസ് ഇസ് കോസ്ഡ് ബൈ സാൽമണല്ല ആൻഡ് ഇത് കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ, ദറ്റ് ഈസ് പോൾട്രി ആവാം, ദറ്റ് ഈസ് ഹെൻ, ചിക്കൻ, ഡക്ക്, എന്തെങ്കിലും പോൾട്രി ഫുഡ്സിലൂടെ വരും, എഗ്സിലൂടെ വരും, മീറ്റിലൂടെ വരും, ആൻഡ് ഓൾസോ വാട്ടർ അല്ലെങ്കിൽ സർഫേസസിലൂടെ. ഈ ഫുഡ് മീറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ അവർ നല്ല രീതിയിൽ ഹൈജീനിക് അല്ല എങ്കിൽ, ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മൾ മീറ്റ് കട്ട് ചെയ്തു, അത് ക്ലീൻ ചെയ്യാതെ നമ്മൾ അടുത്തത് മേ ബി ഒരു വെജിറ്റബിൾ ആയിരിക്കും കട്ട് ചെയ്യുന്നത്, പക്ഷെ അതിലുള്ള ഓർഗാനിസം ഈ വെജിറ്റബിളിലൂടെ വന്നാൽ നമുക്ക് will have this salmonellosis. So symptoms വരുന്നത് ഡയറിയ, അബ്ഡോമിനൽ ക്രാംസ്, ഫീവർ, നോസിയ, വോമിറ്റിംഗ്. നമ്മൾ സാധാരണ കാണുന്ന സിവിയർ ആയിട്ട് വരുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിൻ്റെ എല്ലാ സിംറ്റംസും സാൽമണല്ലോസിസ് വഴി വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് 𝗙𝙤𝗧𝗲 𝗼𝙙𝗀 എന്ന ഒരു സ്പീഷീസ് ആണ്. 𝗙𝙤𝗧𝗲 ഇൻഫെക്ഷൻ ആണ് ഇതിലൂടെ വരുന്നത്. ഇറ്റ് ഓൾസോ കോസസ് ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം. ഇതൊരു സിവിയർ ആയിട്ടുള്ള ഈക്കോലൈ ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ബൈ കണ്ടാമിനേറ്റഡ് ഫുഡ്, അണ്ടർ കുക്ക്ഡ് ബീഫ്, നല്ലോണം വേവിക്കാത്ത ബീഫ്, പോർക്ക് അല്ലെങ്കിൽ റോ ആയിട്ട് കഴിക്കുന്ന എന്തെങ്കിലും മീറ്റ് ആണെങ്കിലും ഇതിൽ വഴി വരും. ആൻഡ് ഓൾസോ ത്രൂ വാട്ടർ ആൻഡ് പേഴ്സൺ ടു പേഴ്സൺ, ദാറ്റ് ഈസ് അൺഹൈജീനിക് ആയിട്ടൊരു ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സണിലൂടെ നമുക്ക് വരാനും സാധ്യതയുണ്ട്. ദ സിംറ്റംസ് ആർ ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ് ആൻഡ് കിഡ്നി ഫെയിലിയർ. ദാറ്റ് ഈസ് കിഡ്നി ഫെയിലിയർ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹീമോലിറ്റിക് യൂറേമിക് സിൻഡ്രോമിലൂടെ വരുന്നതാണ് കിഡ്നി ഫെയിലിയർ. Next one is Listeria monocytogenes. This causes Listeria monocytogenes causes listeriosis. Okay, listeriosis is നമുക്ക് വരുന്ന ഫുഡിലൂടെ വരാം, മീറ്റ്സിലൂടെ വരാം, അൺപാസ്ചറൈസ്ഡ് ഡയറി പ്രോഡക്ട്സ്, നമ്മൾ പാസ്ചറൈസ് ചെയ്യാത്ത മിൽക്ക്, ദറ്റ് ഈസ് ആ ഒരു പ്രോപ്പർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ റോ മിൽക്ക് അങ്ങനെ കുടിച്ചാലും നമുക്ക് ഈ ലിസ്റ്റീരിയോസിസ്, ദറ്റ് ഈസ് ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് അതിൽ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റീരിയോസിസ് വരാം. ദ സിംറ്റംസ് ആർ ഫീവർ, മസിൽ ഏക്സ്, ഡയറിയ, നോസിയ, ഹെഡ് ഏക്ക്. പിന്നെ പ്രഗ്നൻറ്റ് വിമൻസ് ഇതേപോലത്തെ ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ പ്രഗ്നൻറ്റ് വിമൻസിൽ മിസ്കാരേജ് ഉണ്ടാവാം, സ്റ്റിൽ ബർത്ത് ഉണ്ടാവാം, ആൻഡ് ഓൾസോ ന്യൂ ബോൺ ഇൻഫാൻസ് എല്ലാം ഇത് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ ദേ വിൽ ഹാവ് മെനിഞ്ചൈറ്റിസ്. സോ ഇതാണ് ബാക്ടീരിയയിൽ വരുന്നത്. ആൻഡ് ബാക്ടീരിയ തന്നെ വരുന്ന വേറെ ഡിസീസസ് ആണ് ക്യാമ്പിലോബാക്ടീരിയോസിസ്. ക്യാമ്പിലോബാക്ടീരിയോസിസ് ഇസ് കോസ്ഡ് ബൈ ക്യാമ്പിലോബാക്ടർ സ്പീഷീസ്. ഇതും കണ്ടാമിനേറ്റഡ് ഫുഡ്, എല്ലാ ഫുഡിലും കണ്ടാമിനേറ്റഡ് ഫുഡ് എന്ന് പറയുന്നത് ഈ ഓർഗാനിസം ആ ഫുഡിലേക്ക് വന്ന് ആ ഫുഡ് നമ്മൾ കഴിക്കുന്നതാണ്. സോ ഈ ഓർഗാനിസം ആ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് കണ്ടാമിനേറ്റഡ്. ഇപ്പം ക്യാമ്പിലോബാക്ടർ കണ്ടാമിനേറ്റഡ് ഫുഡ് എന്ന് പറയുന്നത്. So it can happen in poultry, unpasteurized milk, and also through water. Symptoms as diarrhea varam, that is blood കാണും stools-ൽ, abdominal cramps, fever, nausea and vomiting. നെക്സ്റ്റ് മേജർ ആയിട്ട് വരുന്ന ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആണ്. ദിസ് ഈസ് ഓൾസോ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷനിലും വരുന്ന ഒരു ഓർഗാനിസമാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇറ്റ് ഈസ് എ സിവിയർ ഡിസീസ്. സോ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം കോസസ് ബോട്ട്യുലിസം. അത് കോസ് ചെയ്യുന്ന ഡിസീസാണ് ബോട്ടുലിസം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം കോസസ് ബോട്ടുലിസം. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഇറ്റ് പ്രൊഡ്യൂസസ് ടോക്സിൻ. ഒരു ബോട്ടിലിൻ എന്ന് പറയുന്ന ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒന്നെങ്കിൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ അത് നമ്മളുടെ ബോഡിയിൽ ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ വന്ന് ഇതേപോലത്തെ ഡിസീസസും സിംറ്റംസും വരും. അതല്ല എങ്കിൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ആ ഫുഡിലുണ്ടായിരുന്നു, പക്ഷേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം കില്ലായി, പക്ഷെ അതിൻ്റെ ടോക്സിൻ ആ ഫുഡിലുണ്ടാവും. ബിക്കോസ് ഈ ടോക്സിൻ നല്ല ഹീറ്റ് സ്റ്റേബിൾ ആണ്. ഒരു എബവ് 80 degrees ഒക്കെ വന്നാലേ ഇത് ഇനാക്ടിവേറ്റ് ആവത്തുള്ളൂ. സോ ആ ഒരു ടോക്സിൻ ആ ഫുഡിൽ ഉണ്ടെങ്കിൽ, ഈവൻ ദോ ആ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ബാക്ടീരിയ കില്ലായിട്ടുണ്ട്, പക്ഷെ ടോക്സിൻ ഉണ്ടെങ്കിലും നമുക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ ഈ ടോക്സിനിലൂടെ ഈ ഡിസീസസ് വരാനും ചാൻസ് ഉണ്ട്.
So this is especially found in canned foods. Canned products ലെല്ലാം maybe canned fish ആവാം, canned fruits ആവാം, അങ്ങനെ canned foodsൽ വരും. അല്ലെങ്കിൽ ഹണിയിലും ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം കൊടുക്കും. അതുകൊണ്ടാണ് ചിലപ്പം ഹണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി കുഞ്ഞു പിള്ളേർക്ക് ഇൻഫൻസിനൊക്കെ അത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. ദിസ് ഇസ് ഡ്യൂ ടു ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം വിച്ച് കോസസ് ബോട്യുലിസം. So നമുക്ക് വരുന്ന സിംറ്റംസ് ആണ് മസിൽ വീക്ക്നെസ്, പാരാലിസിസ്, ബ്ലർഡ് വിഷൻ, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ഓർ സ്പീക്കിംഗ് ആൻഡ് റെസ്പിറേറ്ററി ഫെയിലിയർ. അതല്ലാതെ ഇത് നല്ലോണം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇനിഷ്യലി അത് ട്രീറ്റ് ചെയ്യാതെ വരുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ഓൾസോ കോസ് ഡെത്ത്. സോ നെക്സ്റ്റ് വൺ ഇസ് വിബ്രിയോ ഇൻഫെക്ഷൻ. Vibrio causes Vibrio infection. അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് Vibrio parahemolyticus, Vibrio vulnificus. And this is transmitted through seafood. സീഫുഡിലൂടെയാണ് ഈ Vibrio parahemolyticus, Vibrio vulnificus ഒക്കെ സീഫുഡിൽ കണ്ടാമിനേറ്റ് ചെയ്തിട്ട് ആ ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ, പ്രോപ്പർലി നമ്മൾ ആ ഫുഡ് കുക്ക് ചെയ്യാതെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിബ്രിയോ ഇൻഫെക്ഷൻ വരും. സിംറ്റംസ് എന്ന് പറയുന്നത് ഡയേറിയ, അബ്ഡോമിനൽ ക്രാംസ് ആവാം, വോമിറ്റിംഗ് ആവാം, ഫീവർ ആവാം, ചിൽസ്, ദറ്റ് ഈസ് വിറയ്ക്കുക, ഷിവറിങ്, വൂണ്ട് ഇൻഫെക്ഷൻ, ഇതെല്ലാം വരും ത്രൂ വിബ്രിയോ ഇൻഫെക്ഷൻ. നമ്മൾ 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് വിച്ച് ഓർഗാനിസം ഇസ് നോൺ ആസ് ടെറർ ഓഫ് ദ ഡീപ്പ്, which causes high fatality in humans. അതിൻ്റെ ആൻസർ ആണ് വിബ്രിയോ വൾനിഫിക്കസ്. വിബ്രിയോ വൾനിഫിക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി പാത്തോജനിക്. സീഫുഡിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണിത്. അത് കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡ് നമ്മൾ പ്രോപ്പർലി കുക്ക് ചെയ്യാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാൻ. ഏറ്റവും കൂടുതൽ US റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെത്ത് ഈസ് ത്രൂ ദിസ് ഓർഗാനിസം വിബ്രിയോ വൾനിഫിക്കസ്. ഈ ക്വസ്റ്റ്യൻ വന്നതാണ് 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദറ്റ് ഈസ് ടെറർ ഓഫ് ദ ഡീപ്പ് എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഏതാണ്? ആൻസർ ആണ് വിബ്രിയോ വൾനിഫിക്കസ്. So bacterial വരുന്ന നെക്സ്റ്റ് ഓർഗാനിസംസ് ആണ് Staphylococcus aureus. This causes staphylococcal food poisoning. സോ ഇത് വരുന്നത് ത്രൂ ഫുഡ് വരുന്നത് ഫുഡ് ഹാൻഡ്ലേഴ്സിലൂടെ, അൺഹൈജീനിക് ആയിട്ട് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരിലൂടെ, സ്റ്റോറേജ് ചെയ്യുന്നത് പ്രോപ്പർലി സ്റ്റോർ ചെയ്തില്ലെങ്കിൽ, എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ല, അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷൻസിലൊന്നും അല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സിംറ്റംസ് എന്ന് പറയുന്നത് നോസിയ, ദറ്റ് ഈസ് ഒരു ടയേർഡ്നെസ്, വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, വയറുവേദന എടുക്കും, ഡയേറിയ ആൻഡ് ഫീവർ. Bacillus cereus ആണ് നെക്സ്റ്റ് വരുന്നത്. ഇറ്റ് കോസസ് Bacillus cereus food poisoning. It can happen that is transmitted through contaminated food. Bacillus cereus വളർന്ന് അല്ലെങ്കിൽ ഗ്രോ ചെയ്ത ഫുഡിലൂടെ നമുക്ക് കിട്ടും. എസ്പെഷ്യലി റൈസ് ഡിഷസ്, റൈസൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാസിലസ് സീരീസ് അതിൽ വളർന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഡയറി പ്രൊഡക്ട്സിലൂടെയും നമുക്ക് വരാം. So the symptoms are diarrhea, constipation, abdominal pain, nausea, vomiting and fever ലൂടെയും വരാം. This also should be treated properly. Clostridium perfringens ആണ് അടുത്തത്. It causes Clostridium perfringens food poisoning. It is transmitted through contaminated food, that is meat, poultry dishes, cooked foods left at room temperature. ഈ ഒരു നമ്മളുടെ ഒരു കാലാവസ്ഥയിൽ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനിസം, എസ്പെഷ്യലി എൻവയറമെൻറ്റും ആ രീതിയിൽ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഇതേപോലെ ഫുഡ് കണ്ടാമിനേറ്റ് ആവാം. ആൻഡ് Clostridium perfringens അതിൽ വളർന്ന് യു ക്യാൻ cause this disease, Clostridium perfringens. So Clostridium botulinum ഉണ്ട്, which causes botulism. Clostridium perfringens causes Clostridium perfringens food poisoning. So symptoms എന്ന് വരുന്നത് വയറുവേദന, ഡയേറിയ, നോസിയ ആൻഡ് ഒക്കേഷണലി വോമിറ്റിംഗും വരും. So next ബാക്ടീരിയയിലൂടെ വരുന്നതാണ് ഷിഗല്ല, വിച്ച് കോസസ് ഷിഗല്ലോസിസ്. ഈ സാൽമണല്ല, ഷിഗല്ല ഒക്കെയാണ് നമ്മൾ 2 വർഷം മുമ്പാണെങ്കിലും ഷവർമ കഴിച്ചിട്ട് ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഒരു ഫാറ്റാലിറ്റി ഉണ്ടായ ഒരു കേസ് നമുക്കുണ്ട് കേരളത്തിൽ തന്നെ. ദാറ്റ് ഈസ് ഓൾ ഡ്യൂ ടു ദിസ് ഷിഗല്ല ആൻഡ് സാൽമണല്ല.
സോ ഷിഗല്ല കോസസ് ഷിഗല്ലോസിസ്. കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ വരാം, റോ പ്രൊഡ്യൂസ്, സാലഡ്സിലൂടെ ആൻഡ് ഡയറി പ്രോഡക്ട്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുമ്പോൾ അൺഹൈജീനിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആള്, ദറ്റ് ഈസ് അയാളുടെ ബോഡിയിലോ എങ്ങനെയെങ്കിലും അയാൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് ഷിഗല്ല വഴി, അത് നല്ലോണം അയാൾ ഹൈജീനിക് അല്ലെങ്കിൽ വേറൊരാൾ കൂടെ അത് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. Symptoms are diarrhea, that is stools blood കാണും, and abdominal cramps, fever, nausea, vomiting and tenesmus. Next one is Yersinia enterocolytica, which causes erysineosis. ഇത് വരുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ വരാം, ദറ്റ് ഈസ് റോ ഓർ അണ്ടർ കുക്ക് പോർക്ക് പ്രോഡക്ട്സ്, അൺപാസ്ചറൈസ്ഡ് മിൽക്ക് ആൻഡ് വാട്ടറിലൂടെ എല്ലാം വരും. ദറ്റ് ഈസ് യെർസീനിയ വരുന്നത് പോർക്ക് പ്രോഡക്ട്സിലൂടെയാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് മിൽക്കൊക്കെ പാസ്ചറൈസ് ചെയ്യാതെ യൂസ് ചെയ്താലും നമുക്ക് ഇതേപോലത്തെ യെർസീനിയോസിസ് വരും. ദ സിംറ്റംസ് ആ അബ്ഡോമിനൽ പെയിൻ, അഗെയിൻ അപ്പൻഡിസൈറ്റിസ് വരുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും നമുക്ക് വരിക, ആൻഡ് സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. ആൻഡ് ഡയേറിയ വിച്ച് മേ കണ്ടെയ്ൻ ദ സ്റ്റൂൾ മേ കണ്ടെയ്ൻ ബ്ലഡ്, പിന്നെ ഫീവറും ഉണ്ടാവും. Next is Vibrio cholera. Vibrio cholera causes cholera. ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ വരാം. അത് നമുക്കറിയാം, കോളറ കൂടുതലും വരുന്നത് വെള്ളത്തിലൂടെയാണ് വരുന്നത്. ദറ്റ് ഈസ് വിബ്രിയോ കോളറ ഉള്ള വെള്ളം നമുക്ക് കുടിച്ചു കഴിഞ്ഞാലോ യൂസ് ചെയ്താലോ കോളറ വരാം. റോ ഓർ അണ്ടർ കുക്ക്ഡ് സീ ഫുഡിലൂടെയും വരും. സോ പ്രൊഫ്യൂസ് വാട്ടറി ഡയറി ആയിരിക്കും, വാട്ടറി ആയിട്ടുള്ള സ്റ്റൂൾസ് ആയിരിക്കും വരിക. വോമിറ്റിംഗ്, ലെഗ് ക്രാംസ്, ദറ്റ് ഈസ് ബോഡി പെയിൻ കൂടുതൽ ഉണ്ടാവും, എസ്പെഷ്യലി ലെഗ് പെയിൻ ഉണ്ടാവും. ആൻഡ് ഡീഹൈഡ്രേഷൻ വിച്ച് ഇസ് severe. So these are the symptoms of cholera. നെക്സ്റ്റ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്ടീരിയ വഴി വരുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് ആണ്. ഇനി നമുക്ക് വൈറസ് വഴി വരുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മേജറായിട്ട് വരുന്നത് നോറോ വൈറസ് എന്ന് പറയുന്ന വൈറസ് കോസ് ചെയ്യുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണ് നോറോ വൈറസ് ഇൻഫെക്ഷൻ. കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ വരും, വാട്ടറിൽ വൈറസ് ഉണ്ടെങ്കിൽ വരും, സർഫേസസിൽ എവിടെയെങ്കിലും സർഫേസസ് ഉണ്ട്, അത് ആ സർഫേസിൽ നമ്മൾ അവിടെ നിന്ന് ഫുഡിലേക്ക് വന്ന് ആ ഫുഡ് നമ്മൾ കഴിച്ചാലോ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ദ സിംറ്റംസ് ആർ നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, സ്റ്റൊമക് ക്രാംസ്, ദറ്റ് ഇസ് സ്റ്റൊമക് പെയിൻ ആൻഡ് ഫീവർ. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കോസ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഈ വൈറസ് ആ ഫുഡിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് വരും. ആൻഡ് ഫീവർ, ഫാറ്റീഗ്, ലോസ് ഓഫ് ഹെപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ടയേർഡ്നെസ്, നോസിയ, അബ്ഡോമിനൽ ഡിസ്കംഫോർട്ട് ആൻഡ് യൂറിൻ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ജോണ്ടീസ് പോലത്തെ സിംറ്റംസ്, ജോണ്ടീസും വരും ത്രൂ ഹെപ്പറ്റൈറ്റിസ് എ. റോട്ടാ വൈറസ് ആണ് വിച്ച് കോസസ് റോട്ടാ വൈറസ് ഇൻഫെക്ഷൻ. ആൻഡ് കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ വരും, വാട്ടറിലൂടെ വരും, സർഫേസിലൂടെ വരും. ആൻഡ് സിവിയർ വാട്ടറി ഡയറിയ ആണ് റോട്ടാ വൈറസിൽ വരുന്നത്. വോമിറ്റിംഗ്, ഫീവർ, അബ്ഡോമിനൽ പെയിൻ ആർ ദ സിംറ്റംസ്. ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് കോസസ് ഹെപ്പറ്റൈറ്റിസ് ഇ. കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ വരും, അൺകുക്ക് പ്രോപ്പർലി കുക്ക് ചെയ്യാതെ, നല്ലോണം പ്രഷർ കുക്ക് ഒന്നും ചെയ്യാത്ത പോർക്ക് മീറ്റിലൂടെയും പോർക്ക് പ്രോഡക്ട്സിലൂടെയും എല്ലാം ഹെപ്പറ്റൈറ്റിസ് ഇ വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ജോണ്ടിസ് ആണ് മേജർ ആയിട്ടുള്ള സിംറ്റം. പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റീഗ്, ദാറ്റ് ഈസ് ടയേർഡ്നെസ്, നോസിയ, വോമിറ്റിംഗ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ. ആസ്ട്രോ വൈറസ് ആണ് അടുത്തത്. ആസ്ട്രോ വൈറസ് എന്ന് പറയുന്ന വൈറസ് വിൽ കോസ് ആസ്ട്രോ വൈറസ് ഇൻഫെക്ഷൻ. ഇത് കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ വരാം, വാട്ടർ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ് യൂസ് ചെയ്ത വാട്ടറോ അല്ലെങ്കിൽ യൂസ് ചെയ്ത എന്തെങ്കിലും ലാബറട്ടറിയോ എന്തെങ്കിലും ആവാം. ത്രൂ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദിസ് ഇൻഫെക്ഷൻ. ദറ്റ് ഈസ് ഡയറിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഫീവർ ആർ ദ സിംറ്റംസ്. നെക്സ്റ്റ് വരുന്നത് പാരസിറ്റിക് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണ്. പാരസിറ്റിക് ഫുഡ് ബോൺ ഇൻഫെക്ഷനിൽ വരുന്ന പാരസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ വന്നിട്ട് അത് ബോഡിയിലുള്ള ടിഷ്യൂസ് ആണെങ്കിൽ അതിലൂടെ ന്യൂട്രിയൻസ് എടുത്ത് നമ്മുടെ ബോഡിയിൽ വളർന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് വൺ ഓഫ് ദ പാരസൈറ്റ് ഇസ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇറ്റ് കോസസ് ടോക്സോപ്ലാസ്മോസിസ്. സോ ഈ ടോക്സോപ്ലാസ്മോസിസ് ഒരു ലാർവയായിട്ടായിരിക്കും വരിക. ടോക്സോപ്ലാസ്മോസിസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബോഡിയിലുള്ള സിസ്റ്റിലോ ഏതെങ്കിലും ബോഡി പാർട്സിലോ വളർന്നത് ഉണ്ടാവും. ഇറ്റ് മൈറ്റ് നോട്ട് ഷോ എനി സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല ഇത് ഉണ്ടെന്നുള്ളത്. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വരുമ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. സോ ദാറ്റ് ഈസ് ടോക്സോപ്ലാസ്മോസിസ് കോസ്ഡ് ബൈ ടോക്സോപ്ലാസ്മ ഗോണ്ടി.
So consumption ഇത് വരുന്നത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള യൂഷ്വലി പാരസൈറ്റ്സ് എല്ലാം വരുന്നത് അല്ലെങ്കിൽ പാരസിറ്റിക് ഇൻഫെക്ഷൻ വരുന്നതെല്ലാം മീറ്റിലൂടെയാവും, നോൺ വെജ് പ്രോഡക്ട്സിലൂടെയാണ്, മീറ്റ്, പോർക്ക് എസ്പെഷ്യലി അതിൽ നിന്നൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. സോ കൺസംഷൻ ഓഫ് അണ്ടർ കുക്ക്ഡ്, പ്രോപ്പർലി കുക്ക് ചെയ്യാത്ത മീറ്റിലൂടെ നമുക്ക് വരും. ദറ്റ് ഇസ് പോർക്ക്, ലാംബ്, വെനിസൺ, കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ വരും, സോയിലിലൂടെ വരും, ആൻഡ് ഓൾസോ ത്രൂ അതർ ഫുഡ് പ്രോഡക്ട്സ്. സിംറ്റംസ് എന്ന് പറയുന്നത് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആയിരിക്കും, പനി, ജലദോഷം അതേപോലത്തെ സിംറ്റംസ് ആയിരിക്കും. ആൻഡ് ഇമ്മ്യൂണോ കംപ്രസ്ഡ് ഇൻഡിവിജ്വൽസിൽ വരുന്നത് നല്ല സിവിയർ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറയുന്നവർക്ക് ഈ സിംറ്റംസ് കുറച്ചുകൂടി സിവിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് കൺജെനിറ്റൽ ടോക്സോപ്ലാസ്മോസിസ് ഇൻ ഇൻഫൻസ് ബോൺ ടു ഇൻഫെക്റ്റഡ് മദേഴ്സ്. ദാറ്റ് ഈസ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഇൻഫെക്ഷൻ വന്ന്, അതായത് ഈ വേംസ് നമ്മളുടെ ബോഡിയിൽ കയറിയിട്ട് അത് കാരണം ജനിക്കുന്ന കുട്ടികൾക്ക് കൺജെനൈറ്റൽ ടോക്സോപ്ലാസ്മോസിസ്, ദാറ്റ് ഈസ് ജന്മന വരുന്ന ടോക്സോപ്ലാസ്മോസിസ് ഡിസീസസ് ഉണ്ടാവും. ദിസ് ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ആ പിള്ളേർക്ക് ഉണ്ടാവും. ആൻഡ് വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും വരും. ദാറ്റ് ഈസ് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് മദർ ഡെലിവറി ചെയ്യുന്ന ഇൻഫൻറ്റിന്, ആ കുട്ടിക്കായിരിക്കും ഇതേപോലത്തെ ഡിസീസ് സിംറ്റംസ് കാണിക്കുന്നത്. And Cryptosporidium species of the genus alveolates ആണ്. It causes cryptosporidiosis. This is through ingestion of contaminated water അല്ലെങ്കിൽ ഫുഡ് സർഫേസസിലൂടെ എല്ലാം ക്രിപ്റ്റോസ്പൊറീഡിയം ഈ ഫുഡ്, ദാറ്റ് ഈസ് ആ പാരസൈറ്റ് ഫുഡിൽ കണ്ടാമിനേറ്റ് ചെയ്താൽ, വാട്ടറിലെല്ലാം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിസീസസ് വരും. ആൻഡ് ദിസ് മൈറ്റ് ബി ദ സിംറ്റംസ് ആർ റെസ്പിറേറ്ററി. നമുക്ക് നല്ലോണം കഫ് വരും, ചുമ കാണും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇൽനെസ് എല്ലാം ഒരു വൈറൽ ഇൻഫെക്ഷൻസ് പോലെ നമുക്ക് തോന്നും. സോ ഡയറിയ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ദാറ്റ് ഈസ് വാട്ടറി ഡയറിയ, ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും ബോഡി. ആൻഡ് സ്റ്റൊമക് ക്രാംസ്, നോസിയ, വോമിറ്റിംഗ്, ആൻഡ് ഓൾസോ ഫീവർ, ആൻഡ് സംടൈംസ് നല്ലോണം കഫും കാണും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ജിയാർഡിയ ലാംബ്ലിയ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ജിയാർഡിയ ഇൻറ്റസ്റ്റിനാലിസ് ഓർ ജിയാർഡിയ ഡിയോഡിനാലിസ്. സോ ഇത് ഒരു ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ഓക്കെ, ജിയാർഡിയ ലാംബ്ലിയാനെ ട്രഡീഷണലി പണ്ട് ഇതിനെ ജിയാർഡിയ ഇൻറ്റസ്റ്റിനാലിസ് അല്ലെങ്കിൽ ജിയാർഡിയ ഡിയോഡിനാലിസ് എന്നും പറയും. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ. ഇറ്റ് കോസസ് ജിയാർഡിയാസിസ് എന്ന ഡിസീസ് ആണ് ഇത് കാരണം വരുന്നത്. ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടറിലൂടെ. ആൻഡ് ഡയറിയ ആയിരിക്കും, ദാറ്റ് ഈസ് ഒരു ഗ്രീസി ആയിട്ടുള്ള സ്മെല്ലുള്ള ഫോൾ സ്മെല്ലിങ് ഡയറിയ ആയിരിക്കും ഇത് കാരണം വരുന്നത്. ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, സ്റ്റൊമക് ക്രാംസ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. നെക്സ്റ്റ് വരുന്നത് ട്രൈക്കിനെല്ല സ്പൈറലിസ്. ട്രൈക്കിനെല്ല സ്പൈറലിസ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് വേം ആണ്, നിമാറ്റോഡ്സ് ആണ്. ഓക്കെ, സോ നിമാറ്റോഡ് ലാർവേ 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. നിമാറ്റോഡ് ലാർവേ ഏതാണ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ സ്ട്രയേറ്റഡ് മസിൽസ് ഓഫ് പിഗ്സ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻ ഏതാണെന്നുള്ളതാണ്, ഏത് പാരസൈറ്റ് അല്ലെങ്കിൽ ഏത് നിമാറ്റോഡ് ലാർവേ, വിച്ച് നിമാറ്റോഡ് ലാർവേ ഫൗണ്ട് ഇൻ സ്ട്രയേറ്റഡ് മസിൽസ് ഓഫ് പിഗ് കോസസ് ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻസ് എന്നുള്ളതായിരുന്നു. സോ ദാറ്റ് ഈസ് ട്രൈക്കിനെല്ല സ്പൈറലിസ്. ട്രൈക്കിനെല്ല സ്പൈറലിസ് ഒരു റൗണ്ട് വേം ആണ്, ദാറ്റ് ഈസ് നിമാറ്റോഡ് ആണ്. നിമാറ്റോഡ് ലാർവേ പിഗ്സിൻ്റെ സ്ട്രയേറ്റഡ് മസിൽസിലുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ, ദാറ്റ് ഈസ് കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദിസ് ട്രൈക്കിനെല്ലോസിസ്. സോ ആ ലാർവേ നമ്മളുടെ ബോഡിയിൽ വളർന്ന് നമുക്ക് ഈ ട്രൈക്കിനെല്ലോസിസ് പോലത്തെ ഡിസീസ് വരും. ഇത് ഒരു 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഈ ലാർവേ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ സ്ട്രയേറ്റഡ് മസിൽ ഫൈബേഴ്സ് ഓഫ് പിഗ്. സോ മസിൽ പെയിൻ ആണ് ഇതിൻ്റെ സിംറ്റംസ്. സ്വെല്ലിംഗ് വരും, ഫീവർ, ഫേഷ്യൽ സ്വെല്ലിംഗ്, ആൻഡ് ഒരു തടിപ്പ് പോലെ വരും, ആൻഡ് ഹെഡ് ഏക്ക്, നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. നെക്സ്റ്റ് വൺ ഇസ് ടേപ്പ് വേംസ് ഓർ സിസ്റ്റോഡ്സിൽ വരുന്നതാണ് ടീനിയ സോലിയം. ദിസ് ഇസ് കോൾഡ് ആസ് പോർക്ക് tapeworm, Taenia solium, and Taenia saginata, that is, it is called as beef tapeworm, and Diphyllobothrium latum, which is called as fish tapeworm. So either beef tapeworm, that is Taenia saginata, is found in beef, and Diphyllobothrium latum is found in
ഫിഷ് ഇതെല്ലാം ടേപ്പ് വേംസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ട്രൈക്കിനെല്ല സ്പൈറലിസം പോർക്കിൽ വരുന്നതാണ്, ബട്ട് ഇറ്റ് ഈസ് എ നിമാറ്റോഡ്. അതുകൊണ്ടായിരുന്നു 2015 ക്വസ്റ്റ്യനിൽ അവർ നിമാറ്റോഡ് എന്ന് മെൻഷൻ ചെയ്തത്. ആൻഡ് നമുക്ക് കൺഫ്യൂസ് ആവാം, ടീനിയ ആണോ ടീനിയ സോലിയം ആണോ, ബിക്കോസ് ഇറ്റ് ഈസ് എ പോർക്ക് ടേപ്പ് വേം. സോ നിമാറ്റോഡ് എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് ദ ആൻസർ ഈസ് ട്രൈക്കിനെല്ല സ്പൈറലിസ്. ഇഫ് ഇറ്റ് ഈസ് എ ടേപ്പ് വേം അല്ലെങ്കിൽ ഒരു സെസ്റ്റോഡ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ടീനിയ സോലിയം ആണ് അതിൻ്റെ ആൻസർ. സോ ടീനിയ സോലിയം ഈസ് എ പോക്ക് ടേപ്പ് വേം ആൻഡ് ദിസ് കോസസ് ഈ ടീനിയ ജീനസിൽ പെട്ടതെല്ലാം കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ് ടീനിയാസിസ് ആൻഡ് ഓൾസോ 𝗙𝗤𝗧𝗲. And consumption of undercooked or raw pork contaminated with this larval stage ലുള്ള ഈ ഓർഗാനിസത്തിനെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം പോർക്കിലൂടെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിലൂടെ നമ്മൾ ഇതിൻ്റെ ലാർവൽ സ്റ്റേജിൽ കൺസ്യൂം ചെയ്താലും നമുക്ക് വരും an ingestion of food or water contaminated with Taenia solium eggs. അതിൻ്റെ ലാർവയിലൂടെയാണ് നമുക്ക് കൂടുതൽ, ആ ലാർവ നമ്മളുടെ ബോഡിയിൽ വന്നിട്ട് അത് ഇൻഫെക്റ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ ബോഡിയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം എടുത്ത് വളർന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരുത്തും. And symptoms are intestinal symptoms, that is abdominal pain ഉണ്ടാവും, nausea, cause symptoms based on the location of the cyst. എവിടെയാണോ അത് വളരുന്ന ആ ലൊക്കേഷനിൽ മേ ബി ഒരു സീജേഴ്സ് കാണും, ഹെഡേക്സ് ഉണ്ടാവും, ന്യൂറോളജിക്കൽ സിംറ്റംസ് എല്ലാം ഉണ്ടാവും. Next is Anisacis species. This is also a nematode in fish. Nematodes എന്ന് വെച്ചാൽ round worms ആണ്. Round worms in fish ആണ് Anisacis. It causes Anisakiasis. That is fish ആയതുകൊണ്ട്, ഫിഷിലുള്ള റൗണ്ട് വേം ആയതുകൊണ്ട് it is found in seafood. undercooked ആയിട്ടുള്ള റോ ആയിട്ടുള്ള സീ ഫുഡിൽ ഇതിൻ്റെ ലാർവ വന്നിട്ട് ആ സീ ഫുഡ് പ്രോപ്പർലി കുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യാതെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അനിസാക്കിയാസിസ് വരും. ദി സിംറ്റംസ് ആർ അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, അലർജിക് റിയാക്ഷൻസ് ആൻഡ് ഡയേറിയ. സോ അലർജി ഒക്കെ വരുന്നത് മേ ബി ഡ്യൂ ടു ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി വരുവാണെങ്കിൽ മേ ബി ഡ്യൂ ടു ദിസ് പാരസൈറ്റ് ആവാനും സാധ്യതയുണ്ട്. സോ ഇത്രയാണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിൽ വരുന്നത്. ദറ്റ് ഈസ് ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ, വൈറൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആൻഡ് പാരസിറ്റിക് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ. ഫംഗൽ ഫുഡ് ബോൺ ഇൻഫെക്ഷനും ഉണ്ട്. ഫംഗസ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എല്ലാം കൂടുതലും ടോക്സിൻസിലൂടെയാണ് വരുന്നത്. സോ അത് നമുക്ക് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷനിലൂടെ ആ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിൽ ഇത്രയാണ് വരുന്നത്. ഇത്രയും നിങ്ങൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും ഷുവർ ആണ്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനായ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏർണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സിന് ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. താങ്ക് യു.